ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പ്രോക്സിമോക്സ് മെഷീനിൽ എങ്ങനെ വിൻഡോസ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വിൻഡോസ് സെർവറിൻ്റെ ISO ഫയലാണ്. അത് നമ്മൾക്ക് നേരിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മാതിരി മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് ഈ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ISO ഫയൽ ഡൗൺലോഡ് ആവും. അതിന് ശേഷം നമ്മൾ പ്രോക്സിമോസ് ഓപ്പൺ ചെയ്തിട്ട് ആ ISO ഫയൽ നേരെ ഇതിൽ ISOസിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത ഫയലാണ് ആ ടോപ്പിൽ എടുക്കുന്നത്. പിന്നെ നമുക്കൊരു വെർട്ട് IO എന്ന് പറഞ്ഞിട്ടൊരു ISOയും കൂടി വേണം. അത് നമ്മൾ എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് രണ്ടും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന മാതിരി തന്നെ മോസ്റ്റ് ഓഫ് ദ സെറ്റിങ്സ് ഡീഫോൾട്ട് തന്നെ ഇമേജൊക്കെ സെലക്ട് ചെയ്യുന്നത് ഈ ഇതിൽ കാണിക്കുന്ന മാതിരി തന്നെ സെലക്ട് ചെയ്ത് അഡീഷണലായിട്ട് ആ ISO ഫയലും കൂടി സെലക്ട് ചെയ്തെടുക്കണം. ബാക്കിയൊക്കെ ഡീഫോൾട്ട് സെറ്റിങ്സിൽ തന്നെ നെക്സ്റ്റ് അടിച്ച് പോവുക. മെമ്മറി പ്രോസസ്സറും കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് എഡിറ്റ് ചെയ്തിട്ട്. ഞാനിതിൽ 5 കോറാണ് എടുത്തത്. ബാക്കിയൊക്കെ ഡീഫോൾട്ട് തന്നെ കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് അടിച്ച് പോവുക. ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ സെറ്റിങ്സാണ് ഉള്ളതെന്ന്. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വിർച്വൽ മെഷീൻ അപ്പാവും. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിർച്വൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണോ OS ഇൻസ്റ്റാൾ ചെയ്യണം അതേമാതിരി തന്നെ വരിക. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചിട്ട് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയുള്ളത് വിൻഡോസ് സെർവറിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സാണ്. ഇത് എല്ലാവരുടെയും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് വരിക. ഇനി നമ്മൾ കീബോർഡും ലാംഗ്വേജും ലേഔട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. എല്ലാം കഴിയുമ്പോൾ ഇതിൽ ഡിസ്പ്ലേ കൂടി ഉള്ളത് കൊടുക്കണം, ഡെസ്ക്ടോപ്പും കൂടി ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമാൻഡ് ലൈൻ മാത്രമുള്ളത് വരും. അത് കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ്സ് കൊടുക്കുക. ഇതാണ് നമ്മൾ മറ്റേ സെക്കൻഡായിട്ട് നമ്മളൊരു ISO കൂടി അറ്റാച്ച് ചെയ്തില്ലേ അതിൻ്റെ യൂസ് വരുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡീഫോൾട്ടായിട്ട് ഡ്രൈവേഴ്സൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ആ ISO ഒന്ന് ഡ്രൈവേഴ്സ് സെലക്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്താലാണ് ഈ ഇൻസ്റ്റാളേഷൻ വീഡിയോ കാണിക്കുള്ളൂ. അത് കഴിയുമ്പോൾ റെഡി ടു ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈം വരെ വെയിറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ നമുക്ക് അഡ്മിൻ്റെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാൻ വരും. യൂസർ നെയിം ഡീഫോൾട്ട് അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം. അതിന് പ്രത്യേക റൂൾസൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഫിനിഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം എടുക്കും. അത് ലോഡായി വരും. പ്രോക്സിമോസ് ആയ കാരണം നമുക്ക് ആൾട്ട് കൺട്രോൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ കാണിക്കുന്ന മാതിരി AL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക്കലി ആ സെയിം എഫക്റ്റ് കിട്ടും. പിന്നെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് നേരത്തെ കൊടുത്ത പാസ്വേഡ് തന്നെ അടിച്ച് ലോഗിൻ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് മെയിനായിട്ടുള്ളത്. അത് പ്രോക്സിമോസിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ എല്ലാതും ഇതോടുകൂടി ഇൻസ്റ്റാളേഷൻ കഴിയും. ഇതിലിനി നമ്മൾ നേരത്തെ IO എന്ന് പറഞ്ഞിട്ടൊരു ഫയലും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായി. ആ ഇമേജ് നമ്മൾ ഫയൽ എക്സ്പ്ലോററിൽ പോയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് വിൻഡോസിൻ്റെ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് കിട്ടില്ല. അതിൽ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആ ഇമേജിൻ്റെ ഉള്ളിൽ തന്നെ ഒരു
സെറ്റപ്പ് ഉണ്ട്, അത് റൺ ചെയ്താൽ മതി. ഇതെടുക്കുക, അതിൻ്റെ ഉള്ളിൽ നേരെ പോവുക, ഏറ്റവും ബോട്ടത്തിൽ 64 ബിറ്റിൻ്റെ ഒരു ഇതുണ്ടാവും, അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് വരും. എഗ്രിമെൻറ്റ് ടിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ബോട്ടം കോർണറിൽ കാണാം നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇൻസ്റ്റാളേഷൻ കഴിയുമ്പോൾ നെറ്റ്വർക്ക് എനേബിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബേസിക്കലി നമ്മളൊരു വിൻഡോസ് സെർവർ 2025 ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഫുള്ള് കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള സെർവറും സെറ്റപ്സും ബാക്കിയുള്ളതൊക്കെ പിന്നെ ചെയ്യാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. ഇത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് നമ്മുടെ വിൻഡോസ് സെർവർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ദാറ്റ്സ് ഓൾ.